ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ റോമിൽ ഡേ 2 ആണ്. സോ ഇന്ന് ബേസിക്കലി നമ്മൾ വത്തിക്കാൻ സിറ്റിയിലേക്ക് പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ മെട്രോ പിടിക്കാൻ പോവാണ് ഗൈസ്. അണ്ടർഗ്രൗണ്ട് മെട്രോ. ലെറ്റ്സ് ഗോ. Doste Andaro? നമ്മൾ ഫോട്ടോഗ്രാഫി ആരംഭിച്ചിരിക്കുന്നു ഗൈസ്. 3 ക്യാമറാമാൻ. നോക്കൂ. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ മൂന്നാമത്തെ കൺട്രി സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് സ്മോളസ്റ്റ് കൺട്രിയിലെ ലാർജസ്റ്റ് ചർച്ചിലേക്കാണ്, അല്ല ലാർജസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്, വിച്ച് ഈസ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ലെറ്റ്സ് വാക്ക്. സോ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറാൻ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായി. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്താണ്. സോ നമുക്കൊരു QR കോഡൊക്കെ ഉണ്ട്. ആ QR കോഡ് കാണിച്ചിട്ട് വേണം നമ്മൾ ആ ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഹോളി ഡോറുണ്ട്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഡോറ് ഓപ്പൺ ചെയ്തത്. ആൻഡ് വി ആർ ലക്കി ടു സീ ദാറ്റ് ഡോർ. ഇനി 2050 ഇനി ഈ ഡോറ് ക്ലോസ് ചെയ്താൽ വീണ്ടും തുറക്കുക. ഇവിടെ കാണുന്ന ബാൽക്കണിയിലാണ് മാർപ്പാപ്പ വന്ന് എല്ലാ ബുധനാഴ്ചയും നിൽക്കുക. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഫുൾ. പക്ഷേ നിങ്ങൾ രാവിലെ 10 മണിക്ക് മുന്നേ നിങ്ങൾ ഇവിടെ ഇട്ടാണെങ്കിൽ ഒട്ടും ക്യൂ ഇല്ലാതെ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റും. സോ ഞങ്ങൾ അറൗണ്ട് ഇവിടെ 9 o'clock ഞങ്ങൾ ക്യൂ ഇല്ലാണ്ട് നേരെ ഉള്ളിൽ കയറുകയാണ് ചെയ്തത്. ആൻഡ് നൗ ഇറ്റ്സ് അറൗണ്ട് 10 o'clock ആൻഡ് ഇവിടെ ഭയങ്കര ക്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. വത്തിക്കാൻ സിറ്റിയിൽ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് കാണാൻ വരാണെങ്കിൽ ബി ഹിയർ അറ്റ് ബിഫോർ 10. സോ നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു സാൻറ്റ് ഏഞ്ചലോ എന്ന് പറഞ്ഞ കാസിൽ കാണാൻ വന്നിരിക്കുകയാണ്. ആൻഡ് നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. നമ്മൾ കാസിൻ്റെ ഉള്ളിൽ കയറാം എന്നാണ് ഓർത്തിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മൺഡേ ഇവിടെ കാസിൽ ക്ലോസ്ഡ് ആണ്. ആൻഡ് ടുഡേ ഈസ് മൺഡേ. സോ ഇന്ന് ക്ലോസ്ഡ് ആയെന്ന് നമുക്കിതിൻ്റെ പുറത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അകത്ത് കയറാൻ പറ്റൂല. സോ ആരെങ്കിലും വരികയാണെങ്കിൽ കാസിൽ കാണണമെങ്കിൽ മൺഡേ വന്നിട്ട് കാര്യമില്ല ഗൈസ്. മാനേജർ ഉറങ്ങുകയാണ് ഗൈസ്. ഇല്ല ആദ്യത്തെ പ്രയർത്തി ആദർശ്. അമൽമണി ഇന്ന് നമ്മളെ നയിച്ച അമൽമണി. നമ്മുടെ വ്ളോഗർ
എൻ്റെ കൊട കണ്ടു ഗൈസ്. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും ഒരു പാൻതിയോൺ എന്നല്ലേ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയത്തില്ല, സ്പെല്ലിംഗ് താഴെ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഏഷ്യൻ അല്ല, ഞാൻ ഏഷ്യൻ ടെമ്പിൾ ഞാൻ ഏഷ്യൻ എന്നാണ് പറഞ്ഞത്. സോ ഇത് ഇവിടുത്തെ ഒരു പഴയ ഏൻഷ്യൻറ്റ് റോമൻ ടെമ്പിളാണ് പാൻതിയോൺ. സോ ഇതിൻ്റെ ഡോറ് ഓപ്പൺഡ് ആണ്, ബട്ട് നമുക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഓ ഭയങ്കര ക്യൂ ആണ് ഗൈസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. സോ നമുക്ക് തൽക്കാലത്തേക്ക് അകത്ത് കയറണോ? നമ്മളിപ്പോൾ മ്യൂസിയം വത്തിക്കാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ മ്യൂസിയം ഓഫ് വത്തിക്കാൻ. സോ നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇങ്ങോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക, ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ ക്യൂ നിൽക്കേണ്ടി വരും. ഇത് മൊത്തം അങ്ങോട്ടുള്ള ക്യൂ ആണ്. കാണാവോ എന്നെ? മ്യൂസിയം വത്തിക്കാനി. മ്യൂസിയം വത്തിക്കാനി. നമ്മൾ ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ചിട്ട് വേണം അകത്ത് കയറാൻ. സോ നിങ്ങളിവിടെ കറങ്ങാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്പോർട്ട് കയ്യിലെടുത്തിരിക്കണം. ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. അതെ, മ്യൂസിയം വത്തിക്കാനി. ഓഡിയോ ഗൈഡ് ഒരെണ്ണത്തിന് €5 ഫാമിലിക്ക് വേണ്ടി. മനോജ് കുമാർ ഇല്ല. മനോജ് കുമാർ. കാലൊക്കെ കണ്ടു. ഇവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് ഇതാ ഒരു കുഞ്ഞ് സ്ഥലം കണ്ടപ്പോൾ ഞാൻ വന്നെങ്കിൽ ഇരുന്നു. ബിക്കോസ് ഐ എം സോ ടയേർഡ്. ശരിക്കും മടുത്തു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. മടുത്തോ ഗൈസ്? ഒത്തോടെ പറഞ്ഞേ. ഇതാണ് ഗൈസ് എക്സിറ്റ്. ഇങ്ങനെ കറങ്ങി 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 വേണം നമുക്ക് താഴെ എത്താൻ. താഴെ ഇറങ്ങി. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ മാത്രമായി സ്റ്റെപ്പിന് കണ്ടില്ല. സൂക്ഷിച്ചിറങ്ങട്ടെ. ഓക്കെ, ഇതാണ് നമ്മൾ വരാനിരുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നു ഇത് ആൾക്കാരൊക്കെ ഇതല്ല, പക്ഷെ ഗൂഗിളിൽ ഫോട്ടോ ഇതല്ല ഗൈസ്. സോ നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പോകുന്ന വഴി ഫുൾ ഇതുപോലെ ഫുഡ് സ്ട്രീറ്റുകളാണ്. അതിനെന്തായിരുന്നു പറയാ? എനിക്ക് മനസ്സിലായി, കം ഫാസ്റ്റ് എന്നല്ലേ? അത് തന്നെ അതിൻ്റെ റിപ്ലൈ യെസ് എന്ന് പറയുന്നത്. ഇതാണ് പ്ലാസ അല്ല, ഇതാണ് നമ്മൾ വരാനിരുന്നത്. സെക്കൻഡ് ലാസ്റ്റ് സ്പോട്ട്. ഇവർക്ക് ജലാറ്റോ കഴിക്കണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇതാ ആദർശ് മനോജ് കുമാറിന് ജലാറ്റോ വേണം. സോ എനിക്ക് വേണമെന്നല്ല.
ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് guys. ഓപ്ഷനല്ല പൈസ. അതെ, ഫുഡിന്റെ റേറ്റ് നോക്കി നടക്കുകയാണ്. എണീറ്റുള്ള എല്ലാത്തിനും കൊല്ലും. മൽമണി സൂപ്പർ. ഇനി ഫോണും കൂടെ വെച്ചോ. ഇല്ലടാ. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ബില്ല് പേ ചെയ്യുന്നു, ബസ് ഓടിക്കുന്നു, വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്. അടിയാണോ? അടിയാണോ ഇവിടെ?